എനിക്ക് ഡിവോഴ്സ് വേണം. ഡിവോഴ്സോ? പാർവതി എപ്പോഴാ വിവാഹം കഴിച്ചത്? ക്യാമ്പിന് കണ്ടപ്പോ മാരീഡ് ആയിരുന്നില്ലല്ലോ. ഇന്നലെ ആയിരുന്നു എന്റെ വിവാഹം. എന്താ പാർവതി, ഇന്നലെ വിവാഹം കഴിച്ചിട്ട് ഇന്ന് ഡിവോഴ്സ് വേണോന്നോ? ഇന്ദിര കേക്ക്. ഇന്ദിര അവനെ വിട്. ഇന്ദിര നീ വന്നേ. ചെയ്യണ്ട, നീ വാ. മാളു, നീ നിന്റെ മുറി പോയി പഠിക്കാൻ നോക്ക്. ചെല്ലേ. അമ്മ അന്ന് ഞങ്ങളുടെ ക്ലബ്ബ് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് പരിചയപ്പെട്ടതിന് ശേഷം പാർവതിയെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് നമ്മൾ തമ്മിൽ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ലല്ലോ. ഗോൾഡ് മെഡൽ കിട്ടിയതൊക്കെ ഞാൻ പത്രത്തിൽ നിന്ന് അറിഞ്ഞായിരുന്നു. ഇത് എന്റെ അമ്മാവന്റെ മകന ഗിരി. ഓ, അല്ല, എന്റെ ഹെൽപ്പാ പാർവതിക്ക് വേണ്ടത്? എന്താ ഇഷ്യൂ? എനിക്ക് ഡിവോഴ്സ് വേണം. ഡിവോഴ്സോ? പാർവതി എപ്പോഴാ വിവാഹം കഴിച്ചത്? ക്യാമ്പിന് കണ്ടപ്പോ മാരീഡ് ആയിരുന്നില്ലല്ലോ. ഇന്നലെ ആയിരുന്നു എന്റെ വിവാഹം. എന്താ പാർവതി, ഇന്നലെ വിവാഹം കഴിച്ചിട്ട് ഇന്ന് ഡിവോഴ്സ് വേണോന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചുമ്മാ തമാശ വല്ലതും പറയുന്നതാണോ? അതല്ല മാം, ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. എനിക്ക് ഡിവോഴ്സ് വേണം. ഇപ്പൊ എന്തിനാ ഇങ്ങനൊരു തീരുമാനം? ഇന്നലെ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? ഇന്നത്തെ കാലത്ത് നിസ്സാര കാരണങ്ങൾ കൊണ്ടാ പലരും ഡിവോഴ്സിനായിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത്. അതില് പലരെയും ഞാൻ പറഞ്ഞ് പിന്തിരിപ്പിക്കാറാ പതിവ്. എന്നാലും വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ വിവാഹമോചനം ആവശ്യപ്പെട്ട് എന്റെ മുന്നിലേക്ക് വരുന്ന ആദ്യത്തെ കേസായത്. അല്ല, ആരുമായിട്ടായിരുന്നു പാർവതിയുടെ വിവാഹം? ഇരിക്കുന്ന ഗിരിയേട്ടൻ തന്നെ എന്നെ വിവാഹം കഴിച്ചത്. അപ്പൊ മുറച്ചെറുക്കനും മുറപ്പെണ്ണുമായിട്ടായിരുന്നു വിവാഹം. ബന്ധുക്കളാവുമ്പോ നിങ്ങൾ പരസ്പരം അറിയാവുന്നവരല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? പേരെന്താ പറഞ്ഞേ? ഗിരി. ആ, ഗിരി പറയൂ, എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. അപ്പൊ പാർവതിക്കാണോ പ്രശ്നം? അങ്ങനെ പ്രശ്നമായിട്ടൊന്നുമല്ല മാം. രണ്ടുപേർക്കും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇപ്പൊ എന്തിനാ നിങ്ങൾ വേർപിരിയുന്നേ? അത് വേണം മാം. അതിന് കാരണം എന്താന്ന് എനിക്കറിയണ്ടേ? ഒരു കാര്യം ചെയ്യാം, മിസ്റ്റർ ഗിരി കുറച്ച് നേരത്തേക്കൊന്ന് പുറത്തേക്ക് നിൽക്കൂ. ഞാൻ പാർവതിയോട് ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. ആ, പറയൂ പാർവതി. ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കാം. ഡോക്ടറെ വിളിച്ചിട്ട് എന്താണ് കിട്ടാത്തത്? ഡോക്ടർ ഒന്ന് തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ
പാറുവിന് മനസ്സമാധാനമായത്. ഇനി വല്ല ആപത്തൊന്നും ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഡിവോഴ്സ്? ഗിരി ആള് ശരിയല്ലേ? അയാൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അയാളുടെ സ്വഭാവവുമായി പൊരുത്തപ്പെട്ടു പോകാൻ പാർവതിക്ക് സാധിക്കുന്നില്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും പെരുമാറ്റ ദൂഷ്യം? അങ്ങനെയൊന്നുമില്ല. ഗിരിയേട്ടൻ വളരെ നല്ല മനുഷ്യനാ, നന്മയുള്ളവനാ. പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒരു കുഴപ്പമുള്ള ആളല്ല ഗിരിയേട്ടൻ. പിന്നെന്തിനാ അയാൾ ഒഴിവാക്കുന്നത്? ഈ വിവാഹം ഗിരിയേട്ടനോ ഞാനോ ആഗ്രഹിച്ച് നടന്നതല്ല. അപ്പൊ ബന്ധുക്കളുടെ തീരുമാനമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാതെ അവരാണോ വിവാഹം മുൻകൈ എടുത്ത് നടത്തിയത്? അങ്ങനെ ചോദിച്ചാ അതുമല്ല. ശരിക്കും എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഗിരിയേട്ടൻ ഇത് ചെയ്തത്. എനിക്കൊന്നും വ്യക്തമാവുന്നില്ല. പറയാം. ഉം, MBBS പഠിക്കുമ്പോൾ എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. ഉം. എൻ്റെ ബാച്ച്മേറ്റ് തന്നെ ആയിരുന്നു ആള്. സിദ്ധാർത്ഥ് എന്ന പേര്. ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ വീട്ടുകാർ എൻ്റെ വിവാഹം മറ്റൊരാളായിട്ട് നടത്താൻ തീരുമാനിച്ചത്. ഓ, അച്ഛനെ ആൾക്കാരുടെ മുന്നിൽ നാണം കെടുത്തരുതെന്ന് അമ്മ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ഇന്നലെ നിശ്ചയം നടന്നത്. മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരാളോടൊപ്പം എങ്ങനെ ഗിരിയേട്ട ഒരായുഷ്കാലം മുഴുവൻ ജീവിക്കുന്നത്? തുറന്നു പറയാം, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കിഷ്ടമുള്ള ഒരാളോടൊപ്പം ജീവിക്കാനാണ്. ഞാൻ ജീവനെ തുല്യ സ്നേഹിക്കുന്ന, ലോകാവസാനം വരെ ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ് എൻ്റെ സ്വന്തം സിദ്ധു. കാത്തു നിന്നത് വെറുതെ ആയല്ലോ കുട്ടി. അയാൾ ഇനിയും വന്നില്ലല്ലോ. മുഹൂർത്തത്തിന്റെ സമയം കഴിഞ്ഞു. ഇന്നിനി ഈ വിവാഹം നടക്കില്ല. ഞങ്ങള് സിദ്ധാർത്ഥൻ ഡോക്ടറിനെ കാണാൻ വന്നാ. ഇത് തന്നെയല്ലേ അദ്ദേഹത്തിന്റെ വീട്? ഡോക്ടർ വീട് മാറിപ്പോയി.